കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജനപ്രതിനിധികളും കോൾപടവ് ഭാരവാഹികളും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടെയാണ് ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായത്. അകമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശം ജില്ലാ കളക്ടർ സന്ദർശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ. മാപ്രാടത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. പീച്ചാമ്പള്ളിക്കോണം സ്വദേശി രമേഷാണ് മരിച്ചത്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കനോലി കനാൽ കരകവിഞ്ഞ് എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കിഴക്കൻ മേഖലകൾ വെള്ളത്തിൽ മുങ്ങി. 50ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള മാളയിലെ അതിഥി മന്ദിരം ചോർന്നൊലിച്ച് നശിക്കുന്നു. അതിഥി മന്ദിരം അറ്റകുറ്റപ്പണികൾ നടത്താതെ DTPC. വാർത്തകൾ വിശദമായി. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് ചിലർ പ്രകോപനപരമായി പെരുമാറിയത്. മണലൂർ പടവ് കമ്മിറ്റി അംഗങ്ങളും അരിമ്പൂർ, അന്തിക്കാട്, ചാഴൂർ, പാറളം എന്നിവിടങ്ങളിൽ നിന്നെത്തിയവരും തമ്മിലാണ് തർക്കം നടന്നത്. പ്രധാന കനാലിലെ ഒരു സ്ലൂയിസ് മാത്രമാണ് തുറന്നിരുന്നത്. മറ്റ് 2 സ്ലൂയിസുകൾ കൂടി തുറന്ന് അരിമ്പൂർ മേഖലയിൽ നിന്നുള്ള വെള്ളം മണലൂർ പടവ് വഴി ഏനാമാവ് റെഗുലേറ്ററിൽ എത്തിച്ച് കടലിലേക്ക് ഒഴുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം പാടത്തെത്തിയത്. അതേസമയം പെരുമ്പുഴ 2ാം പാലത്തിലെ പാലക്കഴയും കൂടുതൽ തുറന്ന് വെള്ളം ഒഴുക്കിവിടണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട്, ചാഴൂർ, പാറളം പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും എത്തിയതോടെ തർക്കം രൂക്ഷമായി. പ്രശ്നപരിഹാരത്തിനായി ഏനാമാവിലെ കുളവാഴകൾ നീക്കുകയാണ് വേണ്ടതെന്നും മണലൂരിൽ സ്ലൂയിസ് തുറന്നാൽ വെള്ളം ഒഴുകിയെത്തി തങ്ങളുടെ പ്രദേശത്തെ ബാധിക്കുമെന്നും മണലൂരിൽ നിന്നും എത്തിയ കർഷകർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് മണലൂർ പഞ്ചായത്ത് ഹാളിൽ അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അടച്ചുവെച്ച സ്ലൂയിസുകൾ അടിയന്തരമായി തുറക്കാൻ തീരുമാനിച്ചു. ഏനാമാവിൽ ഹൈലെവൽ കനാൽ എത്തിച്ചേരുന്ന ഭാഗത്തുള്ള കുളവാഴകൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ JCB ഉപയോഗിച്ച് പ്രധാന ചാലിലെ സ്ലൂയിസുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. TCV ന്യൂസ്, തൃശൂർ. എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി പാടശേഖരങ്ങളിലെ തുറക്കാത്ത സ്ലൂയിസുകൾ പഞ്ചായത്ത് അധികൃതർ തുറന്നു. പലതവണ പഞ്ചായത്ത് അധികൃതരും കൃഷിവകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടിട്ടും പാടശേഖര സമിതി ഭാരവാഹികൾ സ്ലൂയിസുകൾ തുറക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വൈസ് പ്രസിഡന്റ് KP ആലി എന്നിവരുടെ സാന്നിധ്യത്തിൽ പുല്ലൂർ പടവിലെ സ്ലൂയിസുകൾ നീക്കം ചെയ്തത്. മാരാത്തുകുന്ന് റോഡ് അകമലയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായ സ്ഥലത്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിയാതെ അവിടെ താമസിക്കാൻ അനുവാദം നൽകാനാവില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. സംസ്ഥാന ദുരന്ത നിവാരണ വിദഗ്ധ സംഘം മേഖലയിൽ പരിശോധന നടത്തുമെന്ന് കളക്ടർ പറഞ്ഞു. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ 81 കുടുംബങ്ങളാണ് മാറി താമസിക്കുന്നത്. നമ്മളിപ്പോൾ 29-ാം തീയതി ഇവിടെ ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, ജില്ല മൊത്തത്തിൽ നല്ല മഴയായിരുന്നായിരുന്നു. ഏകദേശം ഒരു 33 സെൻറ്റിമീറ്റർ മഴ ഈ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെ ഇപ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറ്റു വകുപ്പിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിട്ട്, വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ ആ ദിവസം തൊട്ട് തന്നെ കുറേ പേരെ മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി. കുറേ പേര് ക്യാമ്പിലോട്ട് പോയി. പിന്നെ മറ്റുള്ളവർ അവരുടെ ബന്ധു വീട്ടിലോട്ട് പോയി. പിന്നെ അടുത്ത ദിവസം കുറച്ച് പേര് മാറി. ഇന്നലത്തോട് കൂടിയിട്ട് ഇവിടെ ഉള്ള ഏകദേശം എല്ലാവരും ഒരു 81 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരു 500 മീറ്റർ ചുറ്റളവ്, 1/2 കിലോമീറ്റർ ചുറ്റളവ്. അപ്പോൾ അത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്ന ആ ഏരിയ മൊത്തത്തിൽ എല്ലാവരും ക്യാമ്പുകളിലോട്ട് അല്ലെങ്കിൽ ബന്ധു വീട്ടിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ അറിയിപ്പിനനുസരിച്ചിട്ട് ഇന്നലെ എക്സ്പേർട്ട് ടീം, ജിയോളജിസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, സോയിൽ കൺസർവേഷൻ, മറ്റുദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടെ അപകട ഭീഷണിയുണ്ട്, എന്നാലും പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് വരികയാണ്. അപ്പം നമ്മൾ അറിയിപ്പുണ്ടാകുന്നവരെ ഇവിടത്തേക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ നമ്മൾ പെർമിറ്റ് ചെയ്യില്ല. കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട്.
മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. പീച്ചാമ്പള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി അമയംപറമ്പിൽ 34 വയസ്സുള്ള രമേഷാണ് മരിച്ചത്. തേലപ്പള്ളിയിൽ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേഷ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തൻതോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് വരുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വെള്ളക്കെട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. രമേഷിന്റെ നീന്തൽ വശമില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ഇരിഞ്ഞാലക്കുട പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളം വാട്ടർ ടാങ്കിനടുത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനെൽവേലി പൂലംകുളം സ്വദേശി 57 വയസ്സുള്ള അറുമുഖൻ ആണ് മരിച്ചത്. ഇയാൾ താമസിക്കുന്ന വീടിനടുത്തുള്ള വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 10 വർഷത്തോളമായി അറുമുഖൻ കൊറ്റംകുളത്താണ് താമസം. ഇരുചക്ര വാഹനത്തിൽ പാത്രക്കച്ചവടം നടത്തിവരുന്നയാളാണ് അറുമുഖൻ. കനോലി കനാൽ കരകവിഞ്ഞ് എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കിഴക്കൻ മേഖലകൾ വെള്ളത്തിൽ മുങ്ങി. 50ഓളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. ഡാമുകളിൽ നിന്നുള്ള വെള്ളം തുറന്നുവിട്ടതോടെയാണ് കനോലി കനാൽ കരകവിഞ്ഞത്. ആദ്യ ദിവസങ്ങളിൽ താഴ്ന്ന പ്രദേശമായ എടത്തുരുത്തി പഞ്ചായത്തിലെ കോഴിത്തുമ്പ് പ്രദേശം മാത്രമാണ് വെള്ളക്കെട്ടിലായത്. പിറ്റേന്നു മുതൽ പൈനൂർ, പല്ല, കയ്പമംഗലം പഞ്ചായത്തിലെ പാലിയംചിറ, LBS കോളനി, കാക്കാത്തിരുത്തി, അമ്പലനട കിഴക്ക്, കൂനിപ്പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലും വെള്ളം കയറി. 100-ലധികം വീടുകളാണ് വെള്ളക്കെട്ടിലായിട്ടുള്ളത്. പല വീട്ടുകാരും സാധനങ്ങളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കയറ്റിവെച്ച് ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. കാക്കാത്തിരുത്തി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവർത്തിക്കുന്ന കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 25 കുടുംബങ്ങളിൽ നിന്നായി 68 പേരാണ് ഉള്ളത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 23 കുടുംബങ്ങളിൽ നിന്നുള്ള 67 പേരാണ് ഉള്ളത്. ഇവർക്ക് വേണ്ട ഭക്ഷണവും മറ്റും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. ക്യാമ്പിലെ താമസക്കാർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വൈദ്യപരിശോധനയും നടത്തി. TCV ന്യൂസ്, കയ്പമംഗലം. ചോർന്നൊലിച്ച് ആർക്കും വേണ്ടാതെ നശിക്കുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള മാളയിലെ അതിഥി മന്ദിരം. അറ്റകുറ്റപ്പണികൾ നടത്താത്ത അതിഥി മന്ദിരം അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുക്കാൻ പോലും ആരും തയ്യാറല്ല. വർഷങ്ങളായി ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നാണ് വാടകയ്ക്കെടുക്കുന്നവർ പറയുന്നത്. ഈ വർഷം 2 തവണ ലേലത്തിനുള്ള നടപടി സ്വീകരിച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറായില്ല. അതിഥി മന്ദിരത്തിന്റെ ചുറ്റും കാട് കയറി കിടക്കുകയാണ്. കെട്ടിടത്തിന്റെ മുകളിൽ വൃക്ഷങ്ങൾ വളരുന്ന അവസ്ഥയിലേക്ക് മാറി. കെട്ടിടം 11 മാസത്തേക്കാണ് ലേലം വഴി നൽകിയിരുന്നത്. 2022 1.99 ലക്ഷം രൂപയ്ക്കാണ് നൽകിയിരുന്നത്. ഓരോ തവണ എടുക്കുന്നവരും അടുത്ത വർഷത്തേക്ക് തുടരാതെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് നഷ്ടത്തിൽ കലാശിക്കുന്നതാണ് പതിവ്. എന്നാൽ ഓരോ വർഷവും 10% തുക വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് DTPCക്കുള്ളത്. ചോർന്നൊലിക്കുന്ന അതിഥി മന്ദിരത്തിൽ 2 മുറികളാണുള്ളത്. ഇതിലൊന്ന് ശീതീകരണ സൗകര്യമുള്ളതാണ്. ഈ മുറി 1500 രൂപയും മറ്റൊന്ന് 1000 രൂപയും ദിവസവാടകയ്ക്കാണ് കരാർ എടുക്കുന്നവർ നൽകിയിരുന്നത്. വാഹനങ്ങൾ നിർത്തിയിടാനും ഏറെ സൗകര്യമുണ്ട്. മേൽക്കൂരയുടെ ഓടുകൾ അടർന്നുപോയ നിലയിലാണ്. അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. 1997 ഫെബ്രുവരി 28-നാണ് MP ആയിരുന്ന K കരുണാകരൻ അതിഥി മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. വെള്ളത്തിനായി ഒരു വർഷം 4 മാസത്തിൽ ചെലവാകുന്നത് 1,20,000 രൂപയാണ്. കിണറിലെ വെള്ളത്തിന് വേനലിൽ ചെളിയുടെ ദുർഗന്ധമുണ്ടായിരുന്നു. ചോർച്ചയുള്ളതിനാൽ മുറികൾ വാടകയ്ക്ക് പോകാനും പ്രയാസമായിരുന്നു. കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താൻ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് DTPC സെക്രട്ടറി വിജയരാജ് പറയുന്നു. TCV മാള. കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. കയ്പമംഗലം 13-ാം വാർഡിൽ വഴിയമ്പലം കാരാപ്പുള്ളി ക്ഷേത്രത്തിന് സമീപം പട്ടത്ത് വീട്ടിൽ കണ്ണന്റെ വീടാണ് തകർന്നത്. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ചിമ്മിനി ഡാമിന്റെ ഇറിഗേഷൻ സ്ലൂയിസ് വാൽവുകൾ തുറക്കാൻ ഡാം അധികൃതർ കളക്ടറുടെ അനുമതി തേടി. അടുത്ത ദിവസങ്ങളിൽ മഴ തുടരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഡാം പരിസരത്തും വൃഷ്ടിപ്രദേശത്തും മഴ മാറി നിൽക്കുകയാണ്. എന്നാൽ കാലവർഷം അവശേഷിക്കുന്നതിനാൽ മുൻകൂട്ടി ഡാമിൽ വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് സ്ലൂയിസ് വാൽവുകൾ തുറക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ചിമ്മിനി വൈദ്യുതി പദ്ധതിയിൽ ഉൽപ്പാദനം ആരംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ഡാമിലെ ജലനിരപ്പ് 71.57 മീറ്ററാണ്. പാറളം, ചാഴൂർ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ബാധിച്ച പ്രദേശങ്ങൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കൽ, അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ എന്നിവ അടിയന്തരമായി നടത്തുമെന്നും ആവശ്യഘട്ടങ്ങളിൽ ചികിത്സ,
മരുന്നുകളുടെ വിതരണം, രോഗീ പരിചരണം എന്നിവ നടത്തുന്നതിന് ക്യാമ്പുകൾ പൂർണ്ണ സജ്ജമാണെന്നും MLA പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, വില്ലേജ് ഓഫീസർ പ്രശാന്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ് തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. പാറളം CALPS ചേർപ്പ് GVHSS, GLPS കുറുമ്പിലാവ്, ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂൾ, പുള്ള് LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കാറളം, കാട്ടൂർ പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മന്ത്രി ഡോക്ടർ R. ബിന്ദു സന്ദർശിച്ചു. വിവിധ NSS യൂണിറ്റുകൾ ക്യാമ്പുകളിലേക്ക് സമാഹരിച്ച അവശ്യ വസ്തുക്കൾ മന്ത്രി വിതരണം ചെയ്തു. കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വീടുകളിലേക്ക് വെള്ളം കയറിയില്ലെങ്കിലും വട്ടക്കോട്ടയിലെ 9 കുടുംബങ്ങളുടെ താമസം എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പൊയ്യ പഞ്ചായത്തിൽ 3-ാം വാർഡിൽ വട്ടേക്കോട്ടയിലെ പട്ടികജാതി വിഭാഗക്കാരായ 9 കുടുംബങ്ങളാണ് വർഷങ്ങളായി മണ്ണിടിച്ചിൽ ഭീഷണി മൂലം ക്യാമ്പിലേക്ക് മാറി താമസിക്കുന്നത്. 2018-ൽ 3 മാസമാണ് ഇവർ ക്യാമ്പിൽ കഴിഞ്ഞത്. ഇവരുടെ വീടിരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് വീടിന്റെ അടിത്തറയുമായി 3 മീറ്റർ മാത്രം അകലത്തിൽ 40 അടിയോളം ആഴത്തിലാണ് മണ്ണെടുത്തിട്ടുള്ളത്. 9 വീടുകളിലെ 23 പേരാണ് മാള പള്ളിപ്പുറം സെന്റ് ആന്റണി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. 20 വർഷം മുൻപ് മണ്ണെടുത്ത ഭാഗത്താണ് 5 വർഷത്തിലധികമായി മണ്ണിടിച്ചിൽ തുടരുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് VR സുനിൽകുമാർ MLA കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിന് ദുരിതാശ്വാസ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വീതം 2 വർഷം മുൻപ് അനുവദിച്ചിരുന്നു. 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങുന്നതിനും 4 ലക്ഷം വീട് നിർമ്മാണത്തിനുമായാണ് നൽകിയത്. എന്നാൽ സ്ഥലം വാങ്ങിയെങ്കിലും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. TCV ന്യൂസ്, മാള. വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. ജനകീയ ഹോട്ടലിന്റെ നടത്തിപ്പുകാരായ എടമുട്ടം സ്വദേശികളായ കോന്നംപറമ്പത്ത് വീട്ടിൽ സുനിത മണികണ്ഠൻ, കുറ്റിക്കാട്ട് വീട്ടിൽ സുമിത സുധികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത്. എച്ചിപ്പാറ തോട്ടിൽ വലയിൽ കുടുങ്ങിയ പാമ്പിനെ പിടികൂടുന്നതിനിടെ ഫോറസ്റ്റ് വാച്ചർക്ക് പാമ്പിന്റെ കടിയേറ്റു. ചിമ്മിനി റേഞ്ചിലെ വാച്ചറായ എച്ചിപ്പാറ സ്വദേശി ഏറാക്കണ്ടത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് പാമ്പിന്റെ കടിയേറ്റത്. മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഉണ്ണികൃഷ്ണനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടനും മുൻ MP-യുമായ ഇന്നസെന്റിന്റെ കുടുംബം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദുവിന്റെ ക്യാമ്പിലെത്തി ഇന്നസെന്റിന്റെ ഭാര്യ ആലീസും കുടുംബവും തുക കൈമാറുകയായിരുന്നു. ചിയാരം ഉക്രാൻ സ്ട്രീറ്റിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. 3 വൈദ്യുതി തൂണുകൾ കാറിടിച്ച് തകർന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നെന്മണിക്കര പഞ്ചായത്തിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നെന്മണിക്കര പഞ്ചായത്തും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ, MKMC UP സ്കൂൾ, ചെറുവാൾ LP സ്കൂൾ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് മെഡിക്കൽ സംഘം പരിശോധന നടത്തിയത്. 200ഓളം പേരെ പരിശോധിക്കുകയും സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ഫാദർ പോൾ ചാലിശ്ശേരി, ഡോക്ടർ ജോയ് തോമസ്, ഡോക്ടർ പൊന്നു, ഡോക്ടർ രാധിക, ഡോക്ടർ തോംസൺ, ഡോക്ടർ രാഖി തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിനെ ആളൂർ SHO KM ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി മൂനം വീട് കോളനിയിലെ നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച നിയാസിനെ കൊല്ലത്തുള്ള വീട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി നഗരസഭയുടെയും മാള, ആളൂർ പഞ്ചായത്തുകളുടെയും അതിർത്തിയായ പറയൻതോടിൽ അടിഞ്ഞുകൂടിയ മാലിന്യം പ്രതിസന്ധിയാകുന്നു. പറയൻതോടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനു വേണ്ടി മാള പഞ്ചായത്ത് മാലിന്യം തള്ളി നീക്കിയിരുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമായെങ്കിലും മാലിന്യം ഇപ്പോഴും കൂടിക്കിടക്കുന്നത് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ദുർഗന്ധമുണ്ടാകുമെന്ന് പ്രദേശവാസിയായ KK അജയകുമാർ പറഞ്ഞു. ഇവിടെയാണ് ഈ മലവെള്ളം ഏറ്റം കാണാനും ഇതിന് ഇറങ്ങുന്നത് കാണാനുമുള്ള ജനങ്ങൾ മുഴുവൻ വന്നുകൂടുന്ന ഒരു സ്ഥലമാണ്. തന്നെയുമല്ല, ചാലക്കുടിയുടെ കിഴക്കേ പോട്ടയിൽ നിന്ന് കോട്ടച്ചിറയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് പറയന്തോട്.
85% ഈ പറയുന്നതോട് ഒഴുകുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അണ്ണല്ലൂർ പ്രദേശവാസികൾക്ക് ഉണ്ടാവുന്ന ഒരു ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലവെള്ളം കയറി ഇറങ്ങി മുമ്പ് ഈ പായൽ അതുപോലെ കുളവാഴകൾ മാലിന്യ കൂമ്പാരം ഇവിടെ അടിഞ്ഞുകൂടുക, ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിലെ പോലും സഞ്ചരിക്കാൻ കൂടി മൂക്കുപൊത്താതെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ന് ഇപ്പം താൽക്കാലികമായിട്ട് ആരോ പഞ്ചായത്തിൻ്റെ ആരോ വന്നിട്ട് ചെറിയൊരു പണി ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പരിപൂർണമായിട്ട് ഇവിടുന്ന് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ശുദ്ധമായി ശ്വസിക്കാനുള്ള ഈ വഴി പോകുന്ന ആൾക്കാരുകൾക്ക് ഈ ദുർഗന്ധത്തിൽ നിന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് ചാലക്കുടി മുനിസിപ്പാലിറ്റി ആയാലും ആളൂർ പഞ്ചായത്തായാലും അതുപോലെ മാള പഞ്ചായത്തായാലും അതിന് പരിഗണന കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം. പോട്ടച്ചിറ മുതൽ വെള്ളം ഒഴുകി വരുന്നതിനുള്ള ഒപ്പം മാലിന്യവും കൂടെ ഒഴുകിയെത്തുകയാണ് ഇവിടെ. ഇതോടൊപ്പമുള്ള കുളവാഴകളാണ് മറ്റു മാലിന്യങ്ങളെ തടഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് ഇല്ലാതാക്കുന്നത്. പുതുക്കാട്, അളഗപ്പ് നഗർ, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ വീടുകളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരണം നടത്തി. പ്രളയം ഏറെ ബാധിച്ച 23ഓളം വീടുകളിലാണ് പ്രവർത്തകർ സഹായവുമായി എത്തിയത്. ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ED ദിലീഷ്, വൈസ് പ്രസിഡന്റ് വിഷ്ണു ശിവരാമൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം അഭിജിത്ത് സത്യൻ, AS സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. തോട് മൂടി റോഡാക്കി രൂക്ഷമായ വെള്ളക്കെട്ടിൽ വലഞ്ഞ് വേലൂർ തയ്യൂർ മഠത്തിപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ. വേലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതം പേറി കഴിയുന്നത്. കാലങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്ന തോട് മൂടിയാണ് മഠം അധികൃതർ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം പരിസരവാസികളുടെ വീടുകളിലേക്ക് കയറും. സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം വീട്ടുകിണറുകളിലെ വെള്ളത്തിൽ കലരുന്നതായും വീട്ടുമുറ്റത്ത് കെട്ടിക്കിടന്ന ദുർഗന്ധം വമിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. ആകെ ദുർഗന്ധമായിട്ട് കുടിവെള്ളം വരെ കിണറും തോടും ഈ കക്കൂസ് വേസ്റ്റും ഒക്കെ ഒന്നായിട്ട് കിടക്കണം. ഈ വെള്ളം ഒരു തരി മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അടുക്കളേക്കും കിണറും ഫുള്ളും തോടൊക്കെ ഇതൊക്കെ. ഇത് റോഡ് പൊളിച്ച് ഞങ്ങക്ക് ഈ തോടാക്കി തന്നാലേ ഞങ്ങളുടെ പറമ്പിലുള്ള എല്ലാ വെള്ളവും പോയി വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങള് ദുരിതാശ്വാസ ക്യാമ്പിലെ കിടക്കണം. അവിടെ ഉള്ളവരും നിങ്ങൾ റോഡ് പൊളിച്ചിട്ട് പൊളിക്കാൻ വേണ്ടി വന്ന് നടക്കുന്നവരാണ്. ദുരിതാശ്വാസത്തിൽ വന്നവരല്ല, വെള്ളപ്പൊക്കത്തിൽ വന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പരിഹാസം വേറെ. ഞങ്ങൾക്ക് വീടുകളിൽ കയറാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികൾക്ക് വയറിളക്കും പനിയും വിട്ടുമാറണം കൂടിയില്ല. വേലൂർ പഞ്ചായത്തിലും ജനപ്രതിനിധികൾക്കും വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നിവർക്ക് നിവേദനങ്ങളും പരാതികളും പലതവണ നൽകിയെങ്കിലും പരിഹരിക്കാൻ നടപടിയുണ്ടായില്ല. അവര് റോഡ് പൊളിക്കേണ്ട കാര്യം പറയുമ്പോൾ അവർ തോട് ഇനി പറമ്പിൽ കൂടെ ഓരോ മീറ്റർ വഴിയും കൂടി അവർക്ക് കൊടുക്കണം, എന്നാലാണ് അത് പൊളിച്ച് തോടാക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. 3 സെന്റ് സ്ഥലമുള്ളത് ഞങ്ങളൊരു വീട് കെട്ടാൻ വേണ്ടിട്ട് മേടിച്ച സ്ഥലത്ത് നിന്ന് 1.5 മീറ്റർ വഴിക്ക് തോടിന് കൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെ ബാക്കി അതിൽ എന്താ വീട് കയറ്റാനുള്ളത്? ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാണ്ടായി, അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഈ മക്കളെയും കൊണ്ടിട്ട് ഇനി എവിടേക്ക് പോകണം? ജീവിക്കാൻ വേറൊരു വഴിയില്ല. ഞങ്ങൾ മഠത്തിന്റെ മുറ്റത്ത് തന്നെ കിടക്കുക. ഞങ്ങൾ ഇനി അവിടുന്ന് നീതി കിട്ടാത്തോടത്തോളം അവിടുന്ന് പോരാനുള്ള ഉദ്ദേശമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എവിടേക്കും പോകാനാ, എവിടേക്കും വരിക? സ്കൂളുകാർ കളിയാക്കണ ഞങ്ങളെ. അവർക്കൊരു പുച്ഛാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 2 പ്രാവശ്യം ചെന്നു. അതിനുള്ള അനുഭവം ഞങ്ങൾക്ക് കിട്ടി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത്. 1 മാസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് വീടുകളിൽ വെള്ളം കയറി ഇവർ ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. 1.5 വർഷം മുന്നേ ഒരു തോട് നികത്തി ഒരു ചെറിയൊരു ഒരടിയുടെ പൈപ്പിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്തേക്കണം. അത് കാരണം ഇപ്പോൾ ഓരോ മഴയ്ക്കും ചെറിയൊരു മഴ വന്നാൽ പോലും എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാവുന്ന രീതിയിലാണ് പോണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ വളരെ ദുരന്താവസ്ഥയാണ്. മടക്കാർ പറയുന്നുണ്ട്, കന്യാസ്ത്രീകളൊന്നും പറയുന്നത് പൊളിക്കാൻ തയ്യാറാണ്. പക്ഷേ പഞ്ചായത്തുകാരും പ്രസിഡന്റും വാർഡ് മെമ്പറും സമ്മതിക്കുന്നില്ല, ഇത് പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവർ ചെയ്യാൻ പഞ്ചായത്തിൽ സമ്മതിക്കുന്നില്ല. എന്താണ് പഞ്ചായത്തിന് പ്രത്യേക താല്പര്യം? TCV ന്യൂസ്, എരുമപ്പെട്ടി. ഏനമാവ് കെട്ടുങ്ങലിൽ ഹൈലെവൽ കനാലിലെ വെള്ളം ഒഴുകിപ്പോകാത്തതുമൂലം വീടുകളും കൃഷിയും വെള്ളക്കെട്ടിലായി. കോഞ്ചിറ മുതൽ റെഗുലേറ്ററിന് മുന്നിലെ ഫേസ് കനാൽ വരെയുള്ള ഭാഗത്തെ ഹൈലെവൽ കനാൽ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പറയുന്നു. നിരവധി ചെറുകിട കർഷകരുടെ കൃഷികളാണ് വെള്ളം കെട്ടിനിന്ന് നശിക്കുന്നത്. മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തരമായ നടപടിയുണ്ടാകണമെന്ന് കർഷകനായ RK ജലാൽ ആവശ്യപ്പെട്ടു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ മെഴുകുതിരി തെളിയിച്ച് നടത്തിയ അനുശോചന യോഗത്തിൽ UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി.
മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ MC ഐജു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ വിനോദിനി പാലയ്ക്കൽ, KR രാധിക, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, കോൺഗ്രസ് നേതാക്കളായ K ഗോവിന്ദൻകുട്ടി, NK കബീർ, രഘു കരിയന്നൂർ, സുന്ദരൻ ചിറ്റണ്ട, TN നമ്പീശൻ, അനിത വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് കടലിൽ ഒഴുകിപ്പോയ പോത്തിനെ രക്ഷിച്ചു. മത്സ്യബന്ധനത്തിനായി പോയ ബ്ലാങ്ങാട് ബീച്ചിലെ ബിസ്മി വള്ളത്തിലെ തൊഴിലാളികളാണ് വാടാൻപള്ളിയിൽ 15 കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ച് പോത്ത് ജീവനോടെ കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടത്. തൊഴിലാളികൾ കടലിൽ ചാടി കയർ കെട്ടി ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ വള്ളത്തിൽ കയറ്റി കരയ്ക്ക് എത്തിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രാങ്കണത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ആൽമരമാണ് കടപുഴകി വീണത്. 2 വൈദ്യുതി തൂണുകൾ തകരുകയും കുളക്കടവിലെയും സമീപത്തുമുള്ള വീടിന്റെയും മതിലിന് നേരിയ വിള്ളലുകളും സംഭവിച്ചിട്ടുണ്ട്. ആൽമരത്തിന് ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ടാകാമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറെ വെമ്പല്ലൂർ വാഴൂർ അമ്പലനട ബീച്ച് റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി മാറിയിരിക്കുകയാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20, 21 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകളേറെയായി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് കുഴിച്ചതോടെയാണ് യാത്രാ ദുരിതം ഉടലെടുത്തത്. നാളിതുവരെയായി റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സമീപ ദിവസങ്ങളിൽ നിരവധി വാഹനയാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡ് നന്നാക്കി തരാം. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടും ആരും ചെവിക്കൊള്ളണില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ മഴ കഴിയുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഈ റോഡ് നന്നായി തരണം. TCV കൊടുങ്ങല്ലൂർ. ആറാട്ടുപുഴ മന്ദാരക്കടവിലെ കർക്കടക വാവ് ബലിയും പിതൃതർപ്പണവും ശനിയാഴ്ച പുലർച്ചെ മുതൽ ആരംഭിക്കും. ആറാട്ടുപുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് മന്ദാരക്കടവിന് മുകളിലുള്ള റോഡിലാണ് ഈ വർഷം ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. ശാന്തികർമ്മത്തിന് മാപ്രാണം സുരേഷ് ശാന്തിയും ഇളയത് കർമ്മത്തിന് സന്തോഷ് ഇളയതും നേതൃത്വം നൽകുമെന്ന് സമിതി രക്ഷാധികാരി K വേണുഗോപാൽ അറിയിച്ചു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളം കൂടുതലായതിനാൽ ബണ്ട് റോഡിലായിരിക്കും ബലി തർപ്പണം നടത്തുന്നത്. ഇളയത് കർമ്മം, അതുപോലെ തന്നെ ശാന്തി കർമ്മം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കുളിക്കുവാൻ വേണ്ടി ഷവർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബലി തർപ്പണ ശേഷം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉപ്പുമാവും ചുക്കാപ്പിയും എല്ലാവർക്കും സൗജന്യമായി ഞങ്ങൾ ശിവരാത്രി കമ്മിറ്റി കൊടുക്കുന്നതാണ്. ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായ വയോജനങ്ങൾക്ക് 7.5 ലക്ഷം രൂപയുടെ വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക ക്യാമ്പിൽ നിന്നാണ് ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. വിതരണം ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു S ചിറയത്ത്, പ്രീതി ബാബു, ദീപു ദിനേശ്, ആനി പോൾ, MM അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പേനകത്തുള്ള ബന്ധുവീട്ടിൽ എത്തിയ കുടുംബം വെള്ളക്കെട്ടിൽ അകപ്പെട്ടത് 3 ദിവസം. തിങ്കളാഴ്ചയാണ് ഗർഭിണി അടക്കമുള്ള കുടുംബം പേനകത്തുള്ള ബന്ധുവീട്ടിലെത്തിയത്. അപ്രതീക്ഷിതമായി പെട്ടെന്ന് വെള്ളം ഉയർന്നതോടെ ഇവർക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയായി. വാർഡ് മെമ്പറും മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീദേവി ജയരാജ്, വൈസ് പ്രസിഡന്റ് KP ആലി എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടു. തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ ഡിങ്കി ബോട്ട് ഇറക്കിയാണ് ഇവരെ പുറത്തെത്തിച്ചത്. എരുമപ്പെട്ടി സർക്കാർ മൃഗാശുപത്രി DYFI പ്രവർത്തകർ ശുചീകരിച്ചു. എരുമപ്പെട്ടി പുഴ കരകവിഞ്ഞതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ പകുതിയിലധികം ഭാഗം മുങ്ങിപ്പോയിരുന്നു. DYFI എരുമപ്പെട്ടി കൊണ്ടന്നൂർ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ R മിഥുൻ ലാൽ, നന്ദന കൃഷ്ണൻ, NM മിഥുൻ, MV വിനീത, PP ഷിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ശങ്കരൻകാവ് റോഡിലെ കലുങ്ക് പാലം അടച്ചുകെട്ടി റോഡ് പണിതത് രൂക്ഷമായ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നു. വാർഡ് മെമ്പർ റീന വർഗീസിന്റെ പരാതി പ്രകാരം പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ശങ്കരൻകാവ് മണ്ടംപറമ്പ് പ്രദേശത്തേക്കുള്ള റോഡിലെ കലുങ്കാണ് എരുമപ്പെട്ടി അക്കിക്കാവ് റോഡ് പണിയുടെ ഭാഗമായി അടച്ചത്. സമീപത്തെ കുന്നിൻ പ്രദേശത്ത് നിന്ന് ഒഴുകിവരുന്ന വെള്ളം സമീപത്തെ വീടുകളിലേക്ക് കയറുകയും ചെയ്യുകയാണ്.
കിഫ്ബിയുടെ റോഡായതിനാൽ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പൊതുമരാമത്ത് അധികൃതരും വാർഡ് മെമ്പറും ഫോണിൽ സംസാരിച്ചതിനെ തുടർന്ന് നടപടികൾ സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകി. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി, എരുമപ്പെട്ടി ആക്ട്സ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വെളുത്തൂർ നമ്പൂർക്കാവ് ശ്രീഭദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കറുത്തേത്തിൽ കൃഷ്ണൻകുട്ടി അനുസ്മരണ യോഗവും ചികിത്സാ സഹായ വിതരണവും നടത്തി. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്പൂർക്കാവ് ദേവസ്വം പ്രസിഡന്റ് രാമചന്ദ്രൻ കറുത്തേത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കൃഷ്ണകുമാർ മെച്ചൂർ ചികിത്സാ സഹായ വിതരണം നടത്തി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി, കെ രവി, കെ നന്ദകുമാർ, ഗോപി അറയ്ക്കൽ, വാർഡംഗം CG സജീഷ് എന്നിവർ പങ്കെടുത്തു. മലിനജലം സംസ്കരിക്കുന്ന പദ്ധതിയുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വ മിഷൻ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.25 കോടി രൂപയുടെ മലിനജല സംസ്കരണ പദ്ധതിയാണ് കൊടുങ്ങല്ലൂരിൽ നടപ്പാക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ പരിധിയിൽ പെരിയാറിലേക്കും കൈവഴിയായ കനോലി കനാലിലേക്കും മലിനമായ ജലം എത്തിച്ചേരുന്ന കാവിൽക്കടവ് കനാൽ, ശൃംഗപുരം തോട് എന്നിവ ഉൾപ്പെടെയുള്ള 5 ചെറുതോടുകളിൽ ഡ്രൈനേജ് ട്രീറ്റ്മെന്റ് സിസ്റ്റം എന്ന മലിന ജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തി ശുദ്ധീകരിച്ച ജലം നദിയിലേക്ക് ഒഴുക്കുകയാണ് പദ്ധതി. പദ്ധതി സംബന്ധിച്ച ചർച്ചകൾക്കും സ്ഥലപരിശോധനയ്ക്കുമായി ജില്ലാ ശുചിത്വ മിഷനിൽ നിന്നുള്ള സംഘം നഗരസഭയിൽ എത്തി സ്ഥലപരിശോധന നടത്തിയതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, മുൻ ചെയർമാൻ KR ജൈത്രൻ, കൗൺസിലർ VB രതീഷ്, നഗരസഭാ സെക്രട്ടറി NK വൃജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3283 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജനപ്രതിനിധികളും കോൾപടവ് ഭാരവാഹികളും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടെയാണ് ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായത്. അകമലിയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശം ജില്ലാ കളക്ടർ സന്ദർശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ. മപ്രാടത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. പീച്ചാമ്പള്ളിക്കോണം സ്വദേശി രമേശാണ് മരിച്ചത്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കനോലി കനാൽ കരകവിഞ്ഞ് എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കിഴക്കൻ മേഖലകൾ വെള്ളത്തിൽ മുങ്ങി. 50ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള മാളയിലെ അതിഥി മന്ദിരം ചോർന്നൊലിച്ച് നശിക്കുന്നു. അതിഥി മന്ദിരം അറ്റകുറ്റപ്പണികൾ നടത്താതെ DTPC. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.